ഇന്ത്യ മുന്നണി സജീവമായി എന്നാണ് ഞാൻ എൻ്റെ അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയുന്നത് പോലെ കഴിഞ്ഞ 5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വളരെ തിരക്കിലായിരുന്നതുകൊണ്ട് ഏതാണ്ട് 2 മാസമായല്ലോ ഈ മുന്നണിയുടെ യോഗമൊക്കെ ചേർന്നിട്ട്. അർത്ഥത്തിൽ ആ മുന്നണി വീണ്ടും യോഗം ചേർന്നിരിക്കുന്നു. അവിടെ ചില പ്രധാനപ്പെട്ട ചർച്ചകൾ നടന്നിരിക്കുന്നു. ഇപ്പം നമ്മൾ കേൾപ്പിച്ച മമതാ ബാനർജിയുടെ ബൈറ്റിൽ തന്നെ പറയുന്നുണ്ട്, ആളുകൾ ചോദിക്കുന്നു നിങ്ങളുടെ മുഖമാരാണ്, അപ്പോൾ നമുക്കൊരു മുഖം ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് ഖാർഗെ ആയിരിക്കണം എന്ന് പറഞ്ഞു. അതിനെ അരവിന്ദ് കെജ്രിവാൾ സപ്പോർട്ട് ചെയ്തു. അക്കാര്യത്തിൽ എന്തെങ്കിലും എതിർപ്പുണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല എന്ന് പറയുന്നു. നിതീഷ് കുമാറിന് എതിർപ്പുണ്ട്, ചില കാര്യങ്ങളിൽ ലാലു പ്രസാദ് യാദവിനും വിയോജിപ്പുണ്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഏതാണ്ട് ഖാർഗെയാണ് മുഖമാകേണ്ടതെന്ന് ഭൂരിഭാഗം ആളുകളും അഭിപ്രായപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ള ചില പ്രതിസന്ധികളിലേക്ക് തന്നെയാണ് ഈ പറയുന്ന യോഗങ്ങളൊക്കെ പോവുക. സ്വാഭാവികമായിട്ടും ഇത്രയും വിശാലമായിട്ടുള്ള പാർട്ടികളെല്ലാം കൂടി ഒന്നിച്ചു ചേരുന്ന ഒരു ഫോറത്തിൽ സ്വാഭാവികമായിട്ടും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. പ്രത്യേകിച്ച് സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റെയൊക്കെ കാര്യത്തിൽ നിശ്ചയമായും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമെന്ന കാര്യത്തിലൊന്നും തർക്കമില്ലല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ മുന്നണി ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ അഭിപ്രായ ഭിന്നതകളുടെ വാർത്തയാണ് സൃഷ്ടിക്കുക. അഭിപ്രായ ഐക്യത്തേക്കാൾ കൂടുതൽ അഭിപ്രായ ഭിന്നതകളായിരിക്കും ആദ്യഘട്ടത്തിൽ ആ മുന്നണിക്കുള്ളിൽ സംഭവിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് വാർത്തകളിലും നിറഞ്ഞു നിൽക്കുക. ഒരഭിപ്രായം ഞാൻ പറയാം, എനിക്കൊരു ആശങ്കയുള്ളത്, ഇപ്പോൾ ഖാർഗെ ആയിരിക്കണം ഈ പറയുന്ന മുന്നണിയുടെ മുഖം എന്ന് പറയുമ്പോൾ അത് 81 വയസ്സുള്ള ഒരാളാണ്. 81 വയസ്സ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലൊരു വലിയ പ്രായം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് പറയാം വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായത് 80-ആം വയസ്സിലാണ് എന്നൊക്കെ പറയാം. കേരളം പോലൊരു സ്ഥലത്താണത്. പക്ഷേ ഇന്ത്യ മഹാരാജ്യത്ത് 50%-ലേറെ വരുന്ന യുവജനങ്ങളെയും മധ്യവയസ്കരായിട്ടുള്ള ഏതാണ്ട് 60-65% മധ്യവയസ്കരും യുവജനങ്ങളും ഉൾപ്പെട്ട ഒരു സമൂഹത്തിന് മുമ്പിൽ ഇത്രയേറെ പ്രായാധിക്യമുള്ള ഒരാളെ ഒരു മുഖമായി വെക്കുകയാണ് എങ്കിൽ അപ്പുറത്ത് വളരെ ഊർജ്ജസ്വലനായി നടക്കുന്ന ഒരു പ്രധാനമന്ത്രി ആണ് ഉള്ളത്, നരേന്ദ്രമോദി. അദ്ദേഹത്തിനെതിരായിട്ട് നിർത്താൻ കഴിയുന്ന ഒരു ഫേസ് ആണോ എന്ന കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട്. ആകെക്കൂടെ അദ്ദേഹത്തെക്കുറിച്ച് പറയാവുന്ന അദ്ദേഹം ഒരു OBC ഫേസ് ആണ് എന്നുള്ളതാണ്. പക്ഷേ ഈ OBC, ബ്രാഹ്മിൻ, ദളിത് എന്നൊക്കെ പറയുന്ന ക്ഷത്രിയൻ എന്നൊക്കെ പറയുന്ന കോമ്പിനേഷൻ അതിമനോഹരമായിട്ട് BJP ഇപ്പം ഈ കഴിഞ്ഞ 5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നടത്തി കഴിഞ്ഞിരിക്കുന്നു അല്ലേ. രാജസ്ഥാനിൽ ബ്രാഹ്മണൻ മുഖ്യമന്ത്രിയാകുന്നു, ക്ഷത്രിയായിട്ടുള്ള ദിയാകുമാരി ഉപമുഖ്യമന്ത്രിയാകുന്നു, ഛത്തീസ്ഗഡിൽ ദളിതൻ മുഖ്യമന്ത്രിയാകുന്നു, OBC മുഖ്യമന്ത്രി മധ്യപ്രദേശിൽ വരുന്നു. അപ്പം പിന്നെ ഇതൊക്കെ കൂടാതെ വെൽഫെയർ പൊളിറ്റിക്സും കൂടി വയ്ക്കുന്നു. അപ്പം ഒരു OBC മുഖം എന്നുള്ള നിലയ്ക്ക് ഖാർഗെ ഉയർത്തി കാണിക്കുന്നതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകുക? അത് ഒരർത്ഥത്തിൽ ആളുകളെ അതിൽ നിന്ന് അകറ്റുകയാണോ ചെയ്യുക? ഒരു മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കഴിയുന്നത്ര ശക്തമായൊരു പ്രതിച്ഛായ ഇന്ത്യയിലുടനീളം ഖാർഗെക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയാകും. അങ്ങനെ മുന്നണി സജീവമായി വരുന്നു എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. Meet the editors.